ഇതുപോലുള്ള നോൺസെൻസുകളൊക്കെ എല്ലാം നമ്മൾ പുറത്താക്കുക. ഞാൻ പറഞ്ഞു ഇവിടെ യൂട്യൂബേഴ്സിനെ കേട്ടാൻ പാടുള്ളത് ഞാൻ പറഞ്ഞു. നെഗറ്റീവ് എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഒഴിവാക്കി. അങ്ങ് സി.ജെ. റോയിയുടെ ഒരു അടുത്ത സുഹൃത്ത്, ബിസിനസ് പങ്കാളി മാത്രമായിരുന്നില്ല, ഒരു സുഹൃത്തു കൂടിയായിരുന്നു. അതെ. എന്തുകൊണ്ട് അദ്ദേഹത്തെ ഇമോഷണലി പ്രൊട്ടക്ട് ചെയ്യാൻ താങ്കൾക്ക് പറ്റിയില്ല? തൊട്ടടുത്ത് താങ്കളുണ്ടായിരുന്നു. ഇമോഷണലായിട്ട് പുള്ളി വളരെ സ്ട്രോങ് ആയിട്ടൊരാളാണ്, മനസ്സിലായില്ലേ? പുള്ളി ഒരാളും സപ്പോർട്ട് ചെയ്യണോ ഒരാളും കൺവിൻസ് ചെയ്യണോ പുള്ളിക്ക് താല്പര്യമില്ലാത്ത, ഈ വിൽ സേ അത് മൈ പേഴ്സണൽ പ്രോബ്ലം അങ്ങനെ പറയുന്ന ഒരു ഏത് കാര്യത്തിനായി. അപ്പോ അല്ലാതെ ഞാൻ അവിടെ കൂടെ ഉണ്ടായിരുന്നു, വളരെയധികം കൂടെ ഉണ്ടായിരുന്നു. നമ്മൾക്കൊരിക്കലും ആ ഒരു രീതിയിലേക്ക് പോകുമെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ അതൊന്നും അദ്ദേഹത്തിന് റീഡ് ചെയ്യാൻ പറ്റില്ല. അതായിരുന്നു എന്റെ കാര്യം. ഇത്തരം ഒരു ആത്മവിശ്വാസം കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി അതിന്റെ തക്കതായിട്ടുള്ള കാരണങ്ങളില്ലാതെ അത്ര വീക്കാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ടത് അങ്ങനെ ഒരു ഇതിലേക്ക് പോയി? അത് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. എനിക്കതിൽ യാതൊരുവിധ കമന്റും പറയാൻ പറ്റില്ല. അതാണ് അതിന്റെ സത്യം. സോറി. തക്കതായിട്ടുള്ള റീസൺസ് അതാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 പ്രാവശ്യം വിളിച്ചിട്ട് സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചിരുന്നു, 3 പ്രാവശ്യം ACP വിളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാനതൊന്നും റിലീവ് ചെയ്യാൻ താല്പര്യമില്ല. അത് എനിക്കും പ്രശ്നമാണ്, എല്ലാവർക്കും പ്രശ്നമാണ്, കമ്പനിക്കും പ്രശ്നമാണ്. ചില പ്രമുഖ സിനിമാ താരങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒത്തിരി ന്യൂസ് വരുന്നുണ്ട്. കേട്ടില്ല. മോഹൻലാലിനെ പോലുള്ള പ്രമുഖ താരങ്ങൾ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയൊക്കെ വരുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണ്? മോഹൻലാലും ഇദ്ദേഹമായിട്ട് എന്താണ് അതിന്റെ ബന്ധം? അങ്ങനെയുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾക്ക് അങ്ങനെ ഒരു ഇൻവെസ്റ്റേഴ്സും ഇല്ല, ഒരു കാര്യമില്ല. അവര് തമ്മിലുള്ള ബന്ധം കാസ്നോവ എന്ന മൂവിയിലൂടെയുള്ള ഒരു ബന്ധമാണ്. ആന്റണി പെരുമ്പാവൂർ അതൊരു ഫാമിലി ഫ്രണ്ടാണ് ഞങ്ങളുടെ. അത്ര ബോണ്ടിങ് ആണ് അവരുമായിട്ട്. അതുപോലെ ഈ ആന്റണി പെരുമ്പാവൂരിന്റെ ഓരോ പിക്ചർ വരുമ്പോഴും സിനിമ റിലീസ് ചെയ്യുമ്പോഴും അതിലെല്ലാം ബാനറിൽ കാർഡ് ഇടുന്നുണ്ട്, അല്ല ഡോക്ടർ റോയ്, CJ, അത് അങ്ങനെയുള്ള ഇതെല്ലാം അവരുടെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്യുന്നതാണ്. അല്ലാതെ ഇവരാരും നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുമില്ല, നമ്മൾ പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല, ചെയ്യയില്ല. ഒരാളെ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിൽ എടുക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അവരെ കൊണ്ടുവന്നാൽ അവർ പറയുന്ന പോലെ നമ്മൾ പോകണം. നോ വേ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഡയറക്ഷൻ ഉണ്ട്, ഞങ്ങളുടേതായ സിസ്റ്റം ഉണ്ട്, അതിലേ പോയിക്കൊണ്ടിരിക്കും. ഇതെല്ലാം കാരണം എല്ലാവർക്കും പല രീതിയിൽ പറയാലോ. അപ്പോ അതിന്റെ ഭാഗമാണ് അതെല്ലാം. പാവം മോഹൻലാൽ ഒന്നും അറിഞ്ഞു കാണില്ല. സാർ, 2 കാര്യങ്ങൾ. ഒന്ന്, ഈ SITയുടെ അന്വേഷണം ഇപ്പോൾ വരുന്നുണ്ടല്ലോ, അത് ഒരു തൃപ്തികരമായ രീതിയിലാണോ പോകുന്നത്? താങ്കളുടെ കമ്പനിയുടെ ഒരു അനുഭവം. രണ്ടാമത്തെ കാര്യം, 0 ഡെറ്റ് കമ്പനി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ ബുക്കിലെ ലയബിലിറ്റി എന്നതിനകത്ത് ലോൺ എന്നൊരു കാര്യം ഇല്ലേ? ഞങ്ങളുടെ ബുക്കിന്റെ അകത്ത് ലോൺ എന്ന് പറയുന്ന ഒന്നുമില്ല. ബാങ്കിൽ നിന്ന് ഒരു പൈസ എടുക്കത്തില്ല, പ്രൈവറ്റ് ഫിനാൻസിൽ നിന്ന് ഒരു പൈസ എടുക്കത്തില്ല, പ്രൈവറ്റ് പാർട്ടികളിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് എടുക്കില്ല. അതിന്റെ റിപ്പോർട്ട്, അതിന്റെ ബുക്സില് ക്ലീൻ ട്രാൻസാക്ഷനാണ്. അതിൻ്റെ അകത്ത് ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യണത്. കോൺഫിഡൻസ് ഗ്രൂപ്പ് 0 ആർക്ക് വേണമെങ്കിലും എന്താ പറയാ റൈറ്റ് ഓഫ് ഇൻഫോർമേഷൻ വെച്ച് ചെയ്തു നോക്കാം. അല്ല, കറക്റ്റ് ക്ലയന്റിന്റെ നിന്ന് വാങ്ങിക്കുന്നത് വെച്ചാൽ അത് അവരൊരു അപ്പാർട്ട്മെന്റ് വിൽക്കുമ്പോൾ വാങ്ങിക്കുന്നതാണ്. അതില് വേറെ അതൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലല്ലോ. അത് അവർക്ക് അപ്പാർട്ട്മെന്റ് വേണം, അതിൽ നമ്മൾ ഓരോ സ്റ്റേജ് വൈസസ് ആയിട്ട് അവരുടെ നിന്ന് പൈസ വാങ്ങിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിച്ചത് എങ്ങനെയാണ്? അതിന് ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ഈ പദ്ധതിക്ക് വേണ്ടുന്ന ഇപ്പൊ 1000 കോടിയാണെങ്കിൽ ഇപ്പൊ ഞാൻ 12 പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. 1600 കോടി രൂപയാണ് ഗ്രോസ് വാല്യൂ കാണിക്കുന്നത്. ഈ 1600 കോടി രൂപ വെച്ചിട്ടല്ല നമ്മൾ ബിസിനസ് ചെയ്യണേ. അതാണ് ബിസിനസ്. പൈസ വെച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ആളല്ല ഞങ്ങള് വിശ്വാസമുള്ള ക്ലയൻസിന് നമ്മൾ അത് വിറ്റ് എടുത്ത് അതനുസരിച്ച് പറക്കും. അത് ഞാൻ പറഞ്ഞ സെയിൽസ്, കളക്ഷൻ, കൺസ്ട്രക്ഷൻ, ദിസ് ഈസ്. അപ്പൊ ഞങ്ങൾ അത്രയധികം അഗ്രസീവായിട്ട് സെയിൽ ചെയ്യും, അഗ്രസീവായിട്ട് കളക്ട് ചെയ്യും, അഗ്രസീവായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യും. ഇതിന് 1000 കോടി 2000 കോടി ഒന്നും വേണ്ട. അതൊക്കെ ഒരു എന്താ പറയുക, ഒരു
പടങ്ങൾ കാണിക്കുന്നു അത്രയും ആൾക്കാർ. ഒരു കാലത്ത് ഞാൻ പറഞ്ഞുതരാം, 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ 200 കോടി രൂപയുടെ പ്രോജക്റ്റ് ഇറക്കുമായിരുന്നു. 10 ലക്ഷം രൂപ മാത്രം വെച്ചിട്ട്. അപ്പോ അത് ബിസിനസ് ട്രിക്കൽ, ഒരാളെ പറ്റിച്ചിട്ടല്ല കേട്ടോ, അത് എഫിഷ്യൻസിയാണ്. അത് ആൾക്കാരുള്ള വിശ്വാസം. നമ്മളെ ലാൻഡ് വേണമെന്ന് വെച്ചാൽ ലാൻഡ് കൊണ്ടുവന്ന് തരാൻ ആൾക്കാരുണ്ട്, ലാൻഡ് ലോഡ്സ് ഉണ്ട്. അവർ പറയും ജോസഫ് ഇതാണ് പരിപാടി. അപ്പൊ ഞാൻ പറയും ഇതാണ് നിങ്ങളുടെ വഴി, യു ടേക്ക് യുവർ പാർട്ട് ആൻഡ് ഐ വിൽ ടേക്ക് മൈ പാർട്ട്. ഈ ലാൻഡ് ജോയിന്റ് വെഞ്ചർ തരുന്ന ആൾക്കാർക്ക് അവരുടെ ലാഭം കൊടുക്കണം. അത് ചെയ്തിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കി നേരെ പ്ലാൻ സാങ്ഷൻ എടുക്കുക, ചെയ്യുക. അപ്പോ ഇതിനൊന്നും ലിക്വിഡിറ്റി ഒന്നും വേണ്ട. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു 100 കോടി ഉണ്ടെങ്കിൽ 1000 കോടിയുടെ ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത് സീറോ. അതിൽ 1 രൂപ കൊണ്ട് 1000 കോടിയുടെ ബിസിനസ് ചെയ്യണമെന്നാണ് ഏറ്റവും സ്ട്രോങ്. പക്ഷേ ഞങ്ങളുടെ ഫൈനാൻസ് സിറ്റുവേഷൻ, ഫൈനാൻസ് സ്ട്രക്ചർ വാസ് വെരി സ്ട്രോങ്, വെരി വെരി സ്ട്രോങ്. ഞങ്ങൾക്ക് ധാരാളം ലാൻഡുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ മേടിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇറ്റ്സ് വെരി വെരി സ്ട്രോങ് ഫിനാൻസ് സിറ്റുവേഷൻ. അതുകൊണ്ടാണല്ലോ സീറോ ഡെറ്റ് ആയിട്ട് പോകാൻ പറ്റുന്നത്. നിങ്ങൾക്ക് RTA വഴി എടുക്കാം, യു ചെക്ക് ഇറ്റ്, ഇഫ് എനിത്തിങ് റോങ് ജസ്റ്റ് ലെറ്റ് മീ നോ. സാർ, ഈ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ മോശമായ രീതിയിൽ പെരുമാറിയിട്ടില്ല, അല്ലെങ്കിൽ അവർ അല്പം പോലും മെന്റലി ഹരാസ് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അന്ന് ഈ റോഹിത് സാറിന് വന്ന ശേഷം സഹോദരൻ പറഞ്ഞത് ഈ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു മെന്റലി ഹരാസ് ചെയ്ത ലെവലിലൊക്കെ ഒന്ന് പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറയാം. ഈ സഹോദരനല്ലല്ലോ കൂടെ നടക്കുന്നത്, ഈ സഹോദരനല്ല കൂടെയുള്ളത്. ഇവിടെ കമ്പനിയിൽ 2 ചെയർമാനും മാനേജിങ് ഡയറക്ടറും ഉണ്ട്, അതുപോലെ ഒരു ഡയറക്ടേഴ്സ് ഉണ്ട്, അവിടെയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് കമ്പനിയുടെ കാര്യങ്ങളൊന്നും അറിയില്ല. അദ്ദേഹം അന്ന് മീഡിയയിൽ അവന് പറഞ്ഞു, ഞാൻ അപ്പം തന്നെ വാൺ ചെയ്തു അദ്ദേഹത്തോട്. വാൺ ചെയ്യുന്ന സെൻസ് ഞാൻ അഡ്വൈസ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയരുത്, അത് ശരിയല്ല. ഒരു വ്യക്തിനെ കുറിച്ചോ മറ്റൊരെ കുറിച്ച് പറയുന്നത് ശരിയല്ല. നമ്മൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് കണ്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇവര് ഇൻകം ടാക്സുകാരൊന്നും ഒരാളെ അറാസ് ചെയ്യാൻ വന്നിട്ടില്ല. അങ്ങനെ അറാസ് ചെയ്താൽ നിൽക്കുന്ന ആളല്ല റോയ് സാറും ഞാനും. ഞങ്ങൾ അറാസ് ചെയ്യാൻ വന്നാൽ ഞങ്ങൾ അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾ ചെയ്യും, അത് വേറെ. ദാറ്റ് ഇസ് ഡിഫറെന്റ് ഗെയിം. അപ്പോൾ ആ സമയത്ത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പ്രതികരിച്ച് വൈകാരികമായിട്ട്? ആര്? സഹോദരന്റെ ഭാഗത്ത് അങ്ങനെ സഹോദരന്റെ സ്ത്രീ. അദ്ദേഹം അന്ന് മലേഷ്യയില് പുക്കറ്റിൽ എവിടെയൊക്കെ ആയിരുന്നു. അന്ന് രാത്രി വന്നു. അപ്പൊ ഈ ചെയർമാന്റെ ഭാര്യയും പിള്ളേരും വന്നിട്ടില്ല. ചെയർമാൻ മരിച്ചു. അവിടുത്തെ ഏതെങ്കിലും സ്റ്റാഫ് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താല് അതൊരു പെട്ടെന്നുള്ള പ്രതികരണമാണ്, മനസ്സിലായില്ലേ? പലരും പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ. പക്ഷെ അത് പിന്നെ ലാസ്റ്റ് നിർത്തി. കാരണം അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അത് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ നമ്മളത് ചെയ്യണത് ശരിയല്ല. ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, അന്നേരം ആരാണിന്റെ കൾപ്പറേറ്റ് അവരെ പിടിക്കട്ടെ, അവരോട് കാര്യങ്ങൾ പറയട്ടെ, അത്രയേ ഉള്ളൂ നമ്മൾക്ക് നോക്കുന്നത്. സാർ, ഇതുവരെയുള്ള അന്വേഷണത്തിൽ താങ്കൾക്ക് വ്യക്തിപരമായും അല്ലെങ്കിൽ കമ്പനിക്കും സംതൃപ്തി ഉണ്ടാവും? ഒരു വിധത്തിലുള്ള കുഴപ്പങ്ങളുമില്ല ഞാൻ നോക്കിയിട്ട്. കമ്പനിക്കും അതുപോലെ തന്നെ കമ്പനി ഇൻ ദ സെൻസ് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന MD എന്നതിൽ ഞാനാണല്ലോ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ആള്. എന്നോടാണ് ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതും കാര്യങ്ങളും ഞാൻ തന്നെയാണ് കംപ്ലൈന്റ് എഴുതി കൊടുക്കുന്നതും ഇതെല്ലാം. അപ്പൊ ഒരു നല്ല കോഡിയലായിട്ടാണ് അവിടുത്തെ പോലീസ് DCPമാരും അതുപോലുള്ള എല്ലാവരും ചെയ്യണത്, വളരെ ആക്റ്റീവായിട്ട്. അപ്പൊ അവര് വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കാര്യം. അതിൻ്റെ അത് അവരെ അവര് പ്രലോഭിക്കാനായിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നുമില്ല. കാരണം ഇതിനൊരു ശത്രുവില്ല ഇവിടെ. ഇതിന് ശത്രു എന്ന് കാണുന്നത് ജനം കാണുന്നത് ഇൻകം ടാക്സുകാരാണ്. അതിൽ അവരൊരു ശത്രു അല്ലല്ലോ. അവരുടെ ഗവൺമെന്റിന്റെ ഉദ്ദേശം, നമ്മുടെ ഗവൺമെന്റിന്റെ നിയമങ്ങൾ നടപ്പാക്കി അവിടെ നല്ല രീതിയിൽ ഒരു വിധത്തില്ല. എനിക്കിവിടെ ഞാൻ പറഞ്ഞിരുന്നു 5 ദിവസം ഉണ്ടായിരുന്നിട്ട് ഒരു വിധത്തിലുള്ള ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയില്ലെന്നുള്ള സത്യം. സർ, ഈ മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കോമൺ ആണ് ആൾക്കാർക്ക്. ഇപ്പം ഫ്രം കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഏത് ഫീൽഡായാലും അങ്ങനെ ഒരു പേഴ്സണലി ഇപ്പോൾ ചിലപ്പോൾ അവരങ്ങനെ എക്സിബിറ്റ് ചെയ്യണമെന്നില്ല. അങ്ങനെ ഒരു സമ്മർദ്ദം റോയ് സാറിന് ഫേസ് ചെയ്തിരുന്നതായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അതെനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും മനുഷ്യന് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നത് പല രീതിയിലുണ്ടാകാം.
നോട്ട് ഓൺലി ബിസിനസ്സിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളല്ല, ജനറ്റിക് ആയിട്ടുണ്ടാകാം, ബയോളജിക്കലായിട്ടുണ്ടാകാം, തൈറോയിഡിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാം, കെമിക്കൽസ് ചേഞ്ചസിലൊക്കെയാണ് ഈ ഇതുപോലുള്ള ഈ നിങ്ങൾ പറഞ്ഞ മാനസിക സമ്മർദ്ദം ഒക്കെ വരിക. അല്ലാതെ പിന്നെ ഒരാളും അദ്ദേഹത്തെ ത്രട്ടൻ ചെയ്യാൻ ഇല്ല. നത്തിങ് ഡൂയിങ്. അവിടെ ഒരാളും അദ്ദേഹത്തെ ത്രട്ടൻ ചെയ്യാനോ അതിനോ ഒരാളും ഇല്ല. അതിനുള്ള ഒരു എന്താ പറയുക, അതിനുള്ള ഒരു സാധ്യതയില്ല, ഒന്നുമില്ല. ഒരു കാര്യം കൂടെ, ഇത് ഇപ്പോൾ ഒരു ഇമോഷണൽ ടോൾ ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഇപ്പോൾ പേഴ്സണലി സാറാണെങ്കിലും ഫാമിലി ആണെങ്കിലും ഈ കമ്പനിക്ക് ലീഡറിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു, ആ ഫാമിലിക്ക് ദേ ഹാവ് ലോസ്റ്റ് ഫാദർ ആൻഡ് ഹസ്ബൻഡ്. അവർ ഹൗ ആർ യു ഡീലിംഗ് വിത്ത് ദാറ്റ്? തീർച്ചയായിട്ടും അതും നാച്ചുറൽ ആണല്ലോ. ഞാൻ തന്നെ പല പ്രാവശ്യം ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ഞാൻ തന്നെ വളരെയധികം ദുഃഖിച്ച് എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ഡെഡ് ബോഡിയായിട്ട് പോയ ഹോസ്പിറ്റലിൽ തന്നെ എന്നെ അഡ്മിറ്റ് ചെയ്തു. പ്രഷറും ഷുഗറൊക്കെ കൂടി എന്നെ അഡ്മിറ്റ് ചെയ്ത് പിന്നെ 2-3 മണിക്കൂർ അവർ ഇതെല്ലാം ഒരു ഫസ്റ്റ് എയ്ഡ് ഒക്കെ തന്നിട്ടാണ് എന്നെ വിട്ടത്. അപ്പോ നാച്ചുറലായിട്ട് നമ്മൾ ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർ, അടുത്ത സുഹൃത്തുക്കള്, അടുത്ത അതുപോലെ കോവർക്കേഴ്സ് ഇവരെല്ലാം പോകുമ്പോൾ നമ്മൾക്ക് നാച്ചുറലായിട്ട് ഉണ്ടാവും. അത് നമ്മൾ അന്നേരം കൈകാര്യം ചെയ്യുക. അദ്ദേഹത്തിന്റെ മരണം എന്താ ഫ്യൂണറൽ നടക്കുന്നവരെ ബുദ്ധിമുട്ട്. ഫ്യൂണറൽ ഹാളിലേക്ക് ഞാൻ കയറിയിട്ടില്ല എന്നുള്ള സത്യം. കാരണം അതിലേക്ക് കയറിയാൽ നമ്മൾ ഇമോഷണൽ ആയി പോകും. അതുകൊണ്ട് പുറത്ത് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. സാർ, അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പ് കണ്ടെത്തിയിരുന്നു എന്ന് പറയുന്നു. ഈ ആത്മഹത്യാക്കുറിപ്പിന് സമാനമായിട്ടുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടിരുന്നോ? അത് എന്റെ അറിവിലില്ല കേട്ടോ. അത് എന്റെ അറിവിലില്ല. അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് വേണ്ടിയുള്ള 5-6 പേപ്പർ മാത്രം ഉണ്ടായിരുന്നു. പേപ്പറിൽ എഴുതി വെച്ചിരുന്നു, അത്രയേ ഉള്ളൂ. അത് എൻ്റെ കയ്യിൽ കിട്ടി. ഞാനത് എടുത്തു ലോക്കറിൽ വെച്ചു. എല്ലാം കഴിഞ്ഞ് ലോക്കറിൽ വെച്ചു. പാരൻസ് വന്ന് അത് ഫാമിലി വന്നു കഴിഞ്ഞപ്പോൾ അതെടുത്ത് കൊടുത്തു. ഒരക്ഷരം പോലും ഞാൻ വായിച്ചിട്ടില്ല എന്നു. അത് തന്നെ SIT-യിൽ കൂടെ സറണ്ടറും ചെയ്തു. SIT-യിൽ സറണ്ടർ ഒരക്ഷരം എൻ്റെ കയ്യിൽ ഏകദേശം 8 മണിക്കൂറോളം ഉണ്ടായിരുന്നു. രാത്രി 8 മണിക്കൂറുണ്ട്. ഒരക്ഷരം പോലും വായിച്ചില്ല. അത് അങ്ങനത്തെ നെറുകേട് കാണിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് ഫാമിലിക്ക് എഴുതി കൊടുത്തിരിക്കുന്ന സാധനം ഞാൻ വായിക്കേണ്ട കാര്യമില്ല. ഓക്കെ. താങ്കൾ പറഞ്ഞു കമ്പനിയുടെ ഇവിടെ ആദായനികുതി പരിശോധനയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, അത് റുട്ടീനായിട്ട് നടക്കുന്നതാണ്. ED പരിശോധന നടന്നിട്ടില്ല, കമ്പനി സീറോ ഡെപ്റ്റ് ആണ്. ഇത്രയും നല്ല രീതിയിൽ പോകുന്ന ഒരു കമ്പനിയുടെ ചെയർമാൻ പിന്നെ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. താങ്കൾ ചില കാര്യങ്ങൾ പറഞ്ഞത് അതാണ് ഞാൻ പറയണത്. അതിനെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ചോദ്യം ഇതാണ്, അതായത് കമ്പനിയെ ബന്ധപ്പെട്ടൊരു റീസൺ അല്ല ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണോ താങ്കൾ സമർത്ഥിക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഇൻകം ടാക്സിന്റെ ഇത് റെയ്ഡാണ്. റെയ്ഡ് അല്ലാതെ സെർച്ചാണ്. റെയ്ഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം വലിയ ഒഫൻസുകൾ കണ്ടെത്തിയിട്ട് അവര് അത് ഫോളോ ചെയ്ത് വന്നിട്ട് ചെയ്യുന്ന കാര്യമാണ്. റിസർച്ച് എല്ലായിടത്തും നടക്കുന്നതാണ്. അതൊരു കാരണമായിരിക്കാം എന്ന് തോന്നാം. പക്ഷെ എന്നെ സംബന്ധിച്ചത് ആൻസർ ചെയ്യണത് ശരിയല്ല. അദ്ദേഹത്തിന് വേറെ വല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മറ്റു ഫാമിലി പരമായിട്ടും ഒന്നും യാതൊരുവിധ പ്രശ്നമില്ലെന്ന്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന ആളായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ഫാമിലിന് അദ്ദേഹത്തിന്റെ വൈഫിനെ ഒരു ദിവസം 6 പ്രാവശ്യം വിളിച്ചിരിക്കും. മക്കളെയും അതുപോലെ തന്നെ വിളിച്ചിരിക്കും. അങ്ങനെ വളരെ നല്ലൊരു ഫാമിലി മാൻ ആയിരുന്നു. ഞാൻ തന്നെ പലപ്പോഴും അസൂയപ്പെട്ടിട്ടുള്ളത് കാണും. ഞാനൊക്കെ ഒരു ദിവസം വിളിച്ചു. പക്ഷെ അതൊക്കെ അങ്ങനെയുള്ളൊരു നല്ലൊരു ഫാമിലി മാൻ ആയിരുന്നു. ഒരു കാര്യമുണ്ട്, താങ്കൾ പറഞ്ഞു കേരളത്തിലെ ബിസിനസ്സും ബംഗളൂരിലെ ബിസിനസ്സും രണ്ടായിട്ടാണ് നടക്കുന്നതെന്ന്. അപ്പോൾ താങ്കൾക്ക് ബംഗളൂരുവിൽ ആ ബിസിനസ്സിന് ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? എവിടെ? ബംഗളൂരുവിലെ? തീർച്ചയായിട്ടും ഇല്ലല്ലോ. തീർച്ചയായിട്ടും ഇല്ല. ഞാൻ പറഞ്ഞു സാറെ നോക്കിയിരുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ താങ്കൾക്ക് അതിനെ കുറിച്ച് കൃത്യമായി ഇങ്ങോട്ട് ഔട്ട്ഫ്ലോ ഇല്ല, ഇങ്ങോട്ട് ഇൻഫ്ലോ ചെയ്യാൻ വരാനുള്ള ഇവിടെ. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് തോന്നുന്നു 25 കോടി രൂപയോളം വരാനുണ്ട്. പക്ഷെ ഡെത്ത് സർട്ടിഫിക്കറ്റും ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ മാത്രമേ നമ്മൾക്ക് അവിടെ നിന്നുള്ള ഫണ്ട് വരുള്ളൂ അവരുടെ നിന്ന്. അല്ലാതെ അവിടെ നോ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ, ഒരു പ്രശ്നങ്ങളുമില്ല. ബാലൻസ് ഷീറ്റ് രണ്ടും ഒന്ന് തന്നെയാണ്. ഞാൻ പറയും ബാലൻസ് ഷീറ്റ് രണ്ടും ഒന്ന് തന്നെ. പക്ഷെ ഈ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല.
സാർ ഇപ്പം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ റോയ് സാറിന് IT ഡിപ്പാർട്ട്മെന്റുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരുന്നോ ഉണ്ടായിരുന്നത്? അതായത് December 16, 2025 റോയ് സാർ ഹൈക്കോർട്ടിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് IT നടപടികൾ പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ റെപ്രസെന്റ് ചെയ്തിരുന്ന അഡ്വക്കേറ്റ് മഹേഷ് ചൗധരിയാണ്. അതിനുശേഷം December 18 ആ പെറ്റീഷൻ വിഡ്രോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം താങ്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ IT ഡിപ്പാർട്ട്മെന്റിനും കോൺഫിഡന്റ് ഗ്രൂപ്പുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇങ്ങനൊരു പെറ്റീഷന്റെ റീസൺ എന്താണ്? താങ്കൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? അതില് ഞാനാണ് അതിന്റെ മുഖ്യ ഫ്രണ്ടിൽ നിന്നിരുന്നത്. അത് നമ്മളുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറഞ്ഞനുസരിച്ച് ഞങ്ങളുടെ അഡ്വക്കേറ്റ്, ഞങ്ങളുടെ ഡയറക്ടറായിരുന്നു പുള്ളി 10-15 വർഷത്തേക്ക്. പുള്ളി പറഞ്ഞു ചെയർമാനെ ബാംഗ്ലൂർ കൊച്ചിയിലേക്ക് വരാനാണ് അവർ പറഞ്ഞു. ഞാനിവിടെ ജീവനുണ്ടെങ്കിൽ ജീവനായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ചെയർമാനെ അങ്ങോട്ട് വിടൂല എന്ന് അതിന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു റിട്ട് ഫയൽ ചെയ്തു. കാരണം അതിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇൻകം ടാക്സിന്റെ നോട്ടീസുകളിലും അതിന്റെ കാരണം രജിസ്റ്റേർഡ് ഫ്രം എല്ലാം ബാംഗ്ലൂരാണ്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ലീഗൽ ഇഷ്യൂ, അതൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് റിട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മൾ ഈ ഇൻകം ടാക്സിന്റെ ഇതെല്ലാം കൊണ്ടും എല്ലാ പ്രവർത്തനങ്ങളും കൊണ്ടും വളരെ മാനസികമായിട്ട് കുറച്ച് ഉണ്ടാവുമല്ലോ എല്ലായിടത്തും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അതൊരു ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുശേഷം അന്ന് രാത്രി എനിക്ക് തോന്നി ഇത് കറക്റ്റ് കാര്യമല്ലേ ചെയ്തതെന്ന്. കാരണം ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ടും, ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഏത് ഡിപ്പാർട്ട്മെന്റിനായിട്ടും നമ്മളൊരു ബിസിനസ് കമ്പനികൾ ഫൈറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അത് നമ്മൾക്ക് ഒരിക്കലും ശാശ്വതമല്ല. ഗവൺമെന്റിനെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് മിഷണറീസാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അതിൽ യാതൊരുവിധ കാര്യമില്ലെന്ന് പറഞ്ഞ് ഞാൻ തന്നെ ബലമായിട്ട് പറഞ്ഞ് അത് വിഡ്രോ ചെയ്യുകയും ചെയ്തത്. ഞാൻ പറഞ്ഞു ഇവരായിട്ടൊന്നും ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അവരവരുടെ കാര്യത്തിൽ നമ്മൾക്ക് എന്താ പ്രശ്നം, ഒന്ന് കൊച്ചി വരെ പോകണമെന്നുള്ളതല്ലോ, എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായതാണ്. അത് ഇങ്ങനെ തന്നെ ഞാൻ ചെയ്ത. പിറ്റേ ദിവസം 17-ാം തീയതി ഈ കാലത്ത് അത് വിഡ്രോ ചെയ്ത് ഫയൽ ചെയ്ത് വൈകുന്നേരം വിഡ്രോ ചെയ്യാനുള്ള പ്രോസസ്സ് കൊടുത്ത് 18-ാം തീയതി വിഡ്രോ ചെയ്തു. അതാണ് സത്യം. അത് നമ്മൾക്ക് പറയാവുന്ന കാര്യമില്ലല്ലോ. കാരണം അത് അവരുടെ യുക്തമല്ലേ ചെയ്യുന്നത്. എവിടെ നിന്നുള്ള ടീമിന് ചിലപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുമായിരിക്കും. അല്ല, അവർക്ക് അങ്ങനെ ഒരു ഇന്റിമേഷൻ കിട്ടിയത് കൊണ്ടാണോ ഇവിടെ നിന്ന് ടീം വേറെ പോയത്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് അവരുടെ, നമ്മളെ അറിയിക്കുന്നില്ല, നമ്മൾ അറിയുന്നില്ലല്ലോ ഇതിനെ കുറിച്ചൊന്നും. അവരുടെ ഗവൺമെന്റ് തീരുമാനിക്കുന്നതാണ്. ഞങ്ങൾക്കൊരു GST റെയ്ഡ് ഉണ്ടായ, GST സെർച്ച് ഉണ്ടായപ്പോ ചെന്നൈയിൽ നിന്ന് ആൾക്കാർ, സാധാരണ ചെന്നൈ, ബാംഗ്ലൂർ, അല്ലെങ്കിൽ ഇതിപ്പോ ഞങ്ങൾക്ക് അവിടെ ബാംഗ്ലൂർ ബേസ് ഉള്ളത് കൊണ്ടും ഓഫീസ് ഉള്ളത് കൊണ്ടും ബാംഗ്ലൂരിൽ നിന്ന് വന്നില്ല. ഇവർ വരുന്ന മംഗലാപുരം, ചെന്നൈ, അങ്ങനെയുള്ള ആൾക്കാർ, കുറച്ച് മലയാളികളായ ഇൻസ്പെക്ടേഴ്സുകൾ, മെയിനായിട്ടുള്ള ആൾക്കാരെല്ലാം അങ്ങനെയുള്ള ആൾക്കാരല്ല. അതിൽ നമ്മൾക്കൊന്നും ഒരു അങ്ങനെ അറിയാമെങ്കിൽ പിന്നെ നമ്മളിവിടെ ഇല്ലല്ലോ. ഇനി എത്ര പ്രോജക്ട്സ് കേരളത്തിലും ബാംഗ്ലൂരുമായിട്ട് തീർക്കാനുണ്ട്, ഹാൻഡ് ഓവർ ചെയ്യാനുണ്ട്? ഞങ്ങളുടെ ഇപ്പോൾ ഓൺ ഗോയിങ് എന്ന് പറഞ്ഞാൽ 26 പ്രോജക്റ്റുകൾ ഓൺ ഗോയിങ് ഉണ്ട്. അതുപോലെ ഈ ഇതൊരു ടാക്സ് സിസ്റ്റത്തിന്റെ വ്യക്തിമായിരുന്നു റോയി. ഇങ്ങനെ ഒരു ടാക്സ് സിസ്റ്റം കോർപ്പറേറ്റ് ഫ്രണ്ട്ലി അല്ലാത്തതുകൊണ്ട് സംഭവിച്ചതാണെന്ന് പറഞ്ഞിട്ട് പൊളിറ്റിക്സ് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് എനിക്ക് അതിൻ്റെ അതൊന്നും പറയാനില്ല. പൊളിറ്റിക്കലായിട്ട് പല പല കാര്യങ്ങളുണ്ടാവും. നമ്മൾക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഒരു ബന്ധവും ഇല്ല, ഒരു വിധത്തിൽ അലയൻസും ഇല്ല, ഒന്നുമില്ല. അതൊക്കെ ഓരോരോ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഇതാണ്. ഞങ്ങൾക്ക് യാതൊരുവിധ കംപ്ലൈന്റും അതുമായിട്ടില്ല. CJ റോയിക്ക് സ്ലോവാക്യയിലൊരു ട്രേഡ് കമ്മീഷണർ പദവി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ബിസിനസ് ഇല്ലാത്തൊരു സ്ഥലത്തെ ആ ഒരു പദവിയെ അതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളൊക്കെ വന്നിരുന്നു ചില മീഡിയസിലൊക്കെ. അതിനെക്കുറിച്ച് എന്തെങ്കിലും? എങ്ങനെയെന്ന് പറഞ്ഞ് കേട്ടില്ല. ഒരു സ്ലോവാക്യയിലൊരു ട്രേഡ് കമ്മീഷണർ പദവി, അദ്ദേഹത്തിന് ബിസിനസ് ഇല്ലാത്തൊരു നാട്ടിൽ അദ്ദേഹം ട്രേഡ് കമ്മീഷണർ പദവി ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ സ്ലോവാക്യ പുള്ളി ഹോണറി കൗൺസിൽ ജനറലാണ്. കേരളത്തിൻ്റെയും കർണാടകയുടെയും. അതിൽ എനിക്കൊരു
ഒരു വിധത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ ഒന്നും ഒരു ആക്ടിവിറ്റീസ് നടക്കുന്നില്ലെന്നുള്ള സത്യം. പക്ഷെ ഗവൺമെന്റ് ഓഫ് സ്ലോവാക്യയുടെയും അതുപോലെ തന്നെ ഇന്ത്യയുടെയും ഒരു റിക്വയർമെന്റ് ആണ് ഇതുപോലുള്ള ഒരു എംബസി മാത്രം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഇതുപോലെ ഡിപ്ലോമാറ്റ്സിനെ അവർ തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന, അത് ഇന്ത്യൻ പ്രസിഡന്റ് കൂടി അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതിൽ നമ്മൾക്ക് അദ്ദേഹം ഇവിടുന്ന് സ്ലോവാക്യയിൽ പലപ്പോഴും പോവും, സ്വന്തം പൈസക്ക് പോവും, സ്വന്തം പൈസ കൊടുത്ത് ഹോട്ടലിൽ താമസിക്കും, സ്വന്തം കാറെടുത്ത് വാടക എടുത്ത് പോവും. അങ്ങനെയൊക്കെയാണ് അവിടെ ചെന്നിട്ട്. അദ്ദേഹത്തിന് ഇതിൻ്റെ അന്ന് ഒരു കാര്യമില്ല. പക്ഷെ ഒരു പുള്ളിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് ചെയ്തു മാത്രം. അല്ലാതെ ഇത് ഫിനാൻഷ്യലായിട്ടും ബെനിഫിറ്റ് ഉണ്ടാക്കാനായിരുന്നില്ല. അതിൻ്റെ അത് പലരും പറയുന്നുണ്ട് അവിടെ നിന്ന് അവർ വഴി കുറെ കോൺട്രാക്റ്റും ഓർഡേഴ്സും ഒക്കെ കിട്ടിയിരുന്നു. സീറോ. ഒരാൾക്കും അതിൻ്റെ ഒരു കാര്യം പോലും നമ്മൾ ധരിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഹൈക്കോടതിയിലെ ആ പെറ്റീഷൻ റോയ് സാറിൻ്റെ ഒരു ലാസ്റ്റ് റിസോർട്ട് പോലെയാണ് തോന്നിയിരുന്നത്. അത് ഒരു കോടതിയുടെ ഒരു മോണിറ്ററിംഗിൽ, ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ മോണിറ്ററിംഗിൽ IT-യുടെ ആക്ടിവിറ്റിയെ മുന്നോട്ട് നയിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ പെറ്റീഷനെ. ആ പെറ്റീഷൻ ലിഫ്റ്റ് ചെയ്തത് ഒരു ബുദ്ധിമോശമായെന്ന് താങ്കൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളില്ല. കാരണം ഒരു വിധത്തിലും ഒരു ഗവൺമെന്റ് ഏജൻസിയായിട്ട് പലരും പറയുന്നത് കേട്ടുകൊണ്ട് ചെയ്യേണ്ട കാര്യമില്ല. അത് അവരോട് റബ്ബ് ചെയ്യേണ്ട കാര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് എന്തെങ്കിലും IT-യുടെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് എവിടെ കോടതി പോയാലും എവിടെ സ്റ്റേ ചെയ്താലും നാളെ അല്ലെങ്കിൽ മറ്റൊന്ന് അത് ആൻസറബിൾ ആണ്. IT-യുടെ കാര്യങ്ങൾ അവർ സെർച്ച് നടത്തി അവരെന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ഡെഫിനറ്റ്ലി നമ്മൾക്കുണ്ടാകുന്ന തെറ്റുകളായിരിക്കും. ഏതായാലും മനഃപൂർവ്വമൊന്നും ചെയ്തു വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് അതിൻ്റെ രീതിയിൽ പോകും. നമ്മൾ അതുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേസ് പിൻവലിക്കാൻ പറഞ്ഞു. ഒരാളുടെയും പ്രഷറോ ഇൻഫ്ലുവൻസോ അതിൻ്റെ അകത്തില്ല. ഹലോ സർ, ബേസിക്കലി പറഞ്ഞു വരുന്നത് ഇതിപ്പോ IT ഡിപ്പാർട്ട്മെന്റിന്റെ നടപടിക്ക് ഈ ഒരു മരണമായിട്ട് ബന്ധമില്ലെന്നാണ് സാർ ബേസിക്കലി എംപ്ലോയ് ചെയ്തേക്കുന്നത്. IT ഡിപ്പാർട്ട്മെന്റിന്റെ ഇതുമായിട്ട് ബന്ധം ഉണ്ടോ ഇല്ലെന്ന് ഞാനല്ല SIT തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന് അതല്ല, റോയ് സാറിന് എന്ത് തോന്നി, എന്ത് ഫീൽ ചെയ്തു എന്നുള്ളതും എന്നോട് ഷെയർ ചെയ്യാറില്ല. പക്ഷെ എൻ്റെ ഒരു ഓവറോൾ ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതെല്ലാം ഈ SIT തീരുമാനിക്കും. അവരതിനാണല്ലോ അവര് ഈ IT ഡിപ്പാർട്ട്മെന്റുകാരെയും വിളിപ്പിക്കുന്നുണ്ട്. അവരെല്ലാം വിളിപ്പിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അവര് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പക്ഷെ വിസിബിളി പുറത്ത് കമ്പനിയുടെ ഒരു രീതിയിൽ വിസിബിളി അങ്ങനെയൊന്നും കാണുന്നില്ല, അങ്ങനെ ഒരു പോസിബിലിറ്റി കാണുന്നില്ല. അത് ഇപ്പൊ എനിക്ക് അതിനെ കുറിച്ച് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഞാനതാ പറഞ്ഞത്. അതെല്ലാം കമ്പനിയുടെ എൻ്റെ പെർസ്പെക്റ്റീവില് ഇതാണ് എന്നുള്ളത്. അവരൊന്നും അത്ര മോശമായിട്ടൊന്നും ഒരു റീസണബിൾ ആയിട്ടായിരുന്നു അവരെല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. താങ്കൾ തന്നെ ആ സഹോദരന്റെ ആരോപണം തള്ളുന്നുണ്ട്, സഹോദരനെ തിരുത്തുന്നുണ്ട്, എന്നിട്ട് പറയുന്നു അത് അറിയില്ലെന്ന്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. റീസണബിൾ ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, പ്രത്യക്ഷത്തിൽ ആദായ വകുപ്പാണ് ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആരോപണം വരുന്നത് അവർക്കെതിരെയാണ്. പക്ഷെ താങ്കൾ അവരെ പൂർണ്ണമായിട്ടും വെള്ളപൂശുന്ന നിലപാടാണ് ഇവിടെ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഇല്ല, അന്ന് അദ്ദേഹം വന്നു രാത്രി വെളുപ്പിന് 6-7 മണിയായപ്പോ വന്നു. 7-8 മണിയായപ്പോ പൂക്കറ്റിൽ നിന്ന് വന്നപ്പോൾ ഏതോ ഒരു ചാനൽക്കാര്, അത് രാത്രി മുഴുവനും ചാനലുകാരുണ്ടായിരുന്നു. അവർ ചോദിച്ചപ്പോ പ്രീമ ഫൈസ പുള്ളി പറഞ്ഞു ഇതാണ് ഇന്ന ആൾക്കാരാണ് ഉപദ്രവിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് അതിന്റെ ഡെപ്ത് അറിയില്ലല്ലോ അദ്ദേഹത്തിന്. അല്ല, എന്താ ഇതിനകത്ത് ഡെപ്ത് എന്ന് പറയുന്നത്? കാരണം നമ്മുടെ ഭാഗത്ത് ശരിയാണ്, കേസ് കൊടുക്കാനും അല്ലെങ്കിൽ അതിന് നിയമ പോരാട്ടം നടത്താനും പറ്റില്ലേ? അതിന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് അറിയില്ല. ഇദ്ദേഹം ഇവിടെ വന്നു, ഒരു ഷോക്കിൽ ഇതെല്ലാം പറഞ്ഞു. ഷോക്കിലോട്ട് TV-കാരി ചോദിച്ചോ പറഞ്ഞു. ഞാനൊരു എയർപോർട്ടിൽ വെച്ച് ഞാൻ ഇതുമായിട്ട് എന്നോട് പല മാധ്യമക്കാരും ഞാൻ ഇതുമായിട്ട് ഒന്നും കമന്റ് പറയാനോ ഒരാൾക്ക് ഫീസ് കൊടുക്കാനോ നിന്നില്ല. കാരണം ഇതെല്ലാം അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ വരുന്ന കാര്യങ്ങളാണ്. നമ്മളത് പറയേണ്ട കാര്യമില്ല, അത്രേ ഉള്ളൂ. അതിപ്പോ മീഡിയയിലും എന്തായാലും
നമ്മൾ നമ്മുടേതായ ഒരു സിറ്റിസൺ എന്ന നിലയിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. അതിൻ്റെ അകത്ത് വേറെ ഒന്നും തന്നെ ഇല്ലെന്നുള്ള സത്യം.